എല്ലാവർക്കും പ്രിയ സ്കൂൾ വേളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ശ്രീജ പറഞ്ഞിട്ട് ആണ് ഒരു കേക്കിൻ്റെ റെസിപ്പി ഇടാൻ. കുറേ നാളായി നമ്മൾ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ട്. നമ്മൾ പണ്ട് വാഞ്ചോ കേക്കും, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിസ്ത കേക്ക്, റെഡ് വെൽവെറ്റ്, കുറേ ബട്ടർ സ്കോച്ച്, അങ്ങനെ കുറേ എഗ്ലെസ്സും ഒക്കെ എഗ്ഗ് ഉള്ളതൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതും ആട്ട ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റും നട്ട്സും ഡേറ്റ്സൊക്കെ ഇട്ടിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ട്രേ 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് കേട്ടോ. സ്ക്വയറോ നമുക്ക് റൗണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് ഇതുപോലെ ബട്ടർ പേപ്പർ ഇത്തിരി ഒന്ന് പുറത്തേക്കായിട്ടാണ് നമ്മൾ വെച്ചേക്കണത്. കേക്ക് എടുത്ത് പൊന്തിക്കാൻ എളുപ്പത്തിന്. നമ്മൾ ബട്ടറൊന്നും തേക്കുന്നില്ല കേട്ടോ സൈഡിൽ. വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒട്ടി ഇങ്ങനെ ഇരിക്കും. ഒട്ടിയില്ലെങ്കിൽ ആ പേപ്പർ ചിലപ്പോൾ വളഞ്ഞിരുന്നാൽ അതിൻ്റെ ഷേപ്പ് കേക്കിൻ്റെ പോകും. അതുകൊണ്ടാണ് ബട്ടറൊക്കെ തേക്കണത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്കൊരു 10-12 ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 വാൾനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് കേക്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ അവിടെ ചേർക്കുന്നത്. ഇവിടെ കുട്ടികൾ കടിക്കാനായിട്ട് കിട്ടുന്നത് അങ്ങനെ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പൊടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് പകുതി ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തും അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. ഏതാണ്ട് ഒരു 1/4 കപ്പോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ മിക്സി ജാറിലേക്ക് തന്നെ ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിക്കാനായിട്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഉള്ളവരാണെങ്കിൽ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് ആവശ്യം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു മിക്സും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പൊടിക്കാത്തത് 1/4 കപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും അങ്ങനെ പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എടുക്കാൻ എളുപ്പമായിരിക്കും. 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. ശരിക്കും അളന്ന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു കറുവാപ്പട്ട, വളരെ കുറച്ച് തന്നെ മതി, ചെറിയൊരു പീസ് മതി. പിന്നെ ഒരൊറ്റ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം തന്നെ ഇഞ്ചി, ചെറിയ ഒരു 1 സെൻറ്റിമീറ്റർ തന്നെ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം. പിന്നെ അത്ര തന്നെ വലുപ്പത്തിലുള്ള ഒരു നട്ട്മെഗാണ് ഇത്, ജാതിക്കായുടെ കുരു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് കുറച്ചധികം നേരം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഒന്ന് ഇളക്കി നോക്കുക. അതെല്ലാം ഒന്ന് പൊടിഞ്ഞിട്ടില്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ തരികളൊക്കെ ഉണ്ടാകും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു വിധം ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് കാണിച്ചു തരാം. പൊടിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് 1 കപ്പായിരിക്കും വരിക. കണ്ട, അപ്പോൾ ഇതാണ് അതിൻ്റെ അളവ്. കറക്റ്റ് 1 കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അതുപോലെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതാണ് 1 കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട കേട്ടോ. പിന്നെ അടുത്ത കേക്ക് മിക്സിനെ നമുക്ക് എടുക്കാം. അത് നിങ്ങൾ കുപ്പിയിൽ എയർടൈറ്റായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. നമ്മളിവിടെ ഗ്ലസ് കേക്കായ കാരണം കുറച്ച് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 125 ml അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടർ മിൽക്കായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് ഒന്ന് വന്നിട്ട് അത് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസിന് പകരം വിനീഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും കൂടി ഇഷ്ടമില്ല. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഈ ലെമൺ ജ്യൂസാണ് തോന്നുന്നത്. നല്ല കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതാ അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇത് ഡേറ്റ്സ് ആണ് കേട്ടോ. 72 ഗ്രാം ഉണ്ട് ഈ ഡേറ്റ്സ്. കുരുയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചിലതിൻ്റെ അടർന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കപ്പോളാണ് വരുന്നത്. അതൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ 1/2 കപ്പ് പാല് മുഴുവനായിട്ട് എടുക്കണില്ല കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. പിന്നെ അരക്കണതിൻ്റെ ഇടയിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അതിനനുസരിച്ചിട്ട് കുറേശ്ശെ അതുപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പാല്. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കത് ആവശ്യമുണ്ട് കേക്കിലേക്ക് ഒഴിക്കാനായിട്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കും. നമ്മുടെ പാൻ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കണത്. ഇതുപോലെ പാൻ നല്ല വായവട്ടമുള്ള പാൻ അലുമിനിയത്തിൻ്റെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക മണമായിരിക്കും നമുക്ക് കേക്കിന് ഉണ്ടാവുക. ഇത്ര മാത്രം മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഹീറ്റ് ചെയ്യാൻ ഫ്ലെയിം ഓണാക്കി വെക്കുക. അപ്പോൾ അത് അന്നേരം കൊണ്ട് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിന് പകരം 1/2 കപ്പ് തൈര് ഉള്ളവർ അങ്ങനെ ചേർത്താലും മതി. മണമില്ലാത്ത തൈരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അതിനായിട്ടൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നതാണ് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അലിയുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ ഒപ്പം അടിച്ച
സ്പൈസസിൻ്റെ തരി തരിയെല്ലാം അതിൽ ഇപ്പോൾ കണ്ട് ഇപ്പോൾ കലക്കുമ്പോഴാണ് നമുക്കത് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അത് കുഴപ്പമില്ല, ചെറിയ തരികളാണ്, അതവിടെ കിടന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നല്ലൊരു ചെറിയ വല്ലാണ്ട് അങ്ങോട്ട് ഫ്ലേവർ ഉണ്ടാവില്ല, എന്നാൽ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഈ നെയ്യിൻ്റെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല, പക്ഷേ നല്ലൊരു യമ്മി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ നിന്നൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഓയിലും ഗീയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന വിധത്തിൽ 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഓരോന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതും നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാനില എസൻസ് ഞാൻ ഇപ്പോഴല്ല ചേർത്തത് കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സാക്കി വയ്ക്കാം. ഒരു ഇതുപോലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആട്ടമാവാണ് കേട്ടോ, 1 കപ്പ് ഇതുപോലെ പരത്തിയിട്ട് തന്നെ 1 കപ്പ് അളന്നെടുക്കുക, ഇട്ടിട്ട് കൊടുക്കാം. മൈദ ഉപയോഗിക്കുന്നവർക്ക് മൈദ ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ അരിപ്പയെ കൂടെ തന്നെ ഇതുപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എയറി ആയിട്ട് തന്നെ നമ്മുടെ ആ ഡ്രൈ മിക്സ് ഇരിക്കും. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊരു വിസ്ക് കൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി മിക്സാക്കി കട്ടയില്ലാണ്ട് തന്നെ ഒരേ ഡയറക്ഷനിലേക്ക് ഇളക്കിയാൽ മതി എന്ന് മാത്രം. ഇളക്കിയിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരേ ഡയറക്ഷനിലേക്ക്, ഇപ്പോൾ നമ്മൾ മറ്റേ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള കേക്കാണെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് സ്പാറ്റിലോട്ട് ചെയ്യാറ്. ഇതാവുമ്പോൾ എഗ്ഗാവുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താ പറയുക, എയറി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ ബബിൾസ് എല്ലാം മുട്ടയുടെ പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതാകുമ്പോൾ നമുക്ക് വിസ്ക് കൊണ്ട് ഒരേ ഡയറക്ഷനിലേക്ക് ഇളക്ക്. ഇതുപോലെ കട്ടയെല്ലാം മാറുമ്പോൾ നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ പാല് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു 1/4 കപ്പ് പാലും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആകെ നമ്മൾ 1/4 കപ്പ് ഇപ്പോൾ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1/2 കപ്പ് ബട്ടർ മിൽക്ക് ആക്കിയിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് നമ്മൾ ഡേറ്റ്സിൽ ചേർത്തതും ഇതും കൂട്ടിയിട്ട് പിന്നെ ഒരു 1/4 കപ്പും ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സായി കട്ടയെല്ലാം ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ, വല്ലാണ്ട് അധികം നേരിട്ട് ഇളക്കരുത്, കട്ട ഉടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നേരത്തെ നട്ട്സിൻ്റെ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ വിസ്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ സ്പാറ്റില കൊണ്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തന്നെ അതേ ഡയറക്ഷനിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കട്ടെല്ലാം ഉടഞ്ഞു കഴിഞ്ഞില്ല, അപ്പോൾ ഇനി ഇതൊന്ന് മിക്സാക്കിയാൽ മാത്രം, എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കിയാൽ മാത്രം മതി, അധികം ഇട്ടിളക്കരുത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെപ്പോഴും കേക്കിൽ ഇതുപോലെ ചെയ്യാറുള്ള പോലെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകെ 1/4 കപ്പ് പാലും പ്ലസ് 1 ടേബിൾ സ്പൂണും കൂടെ പാലാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് ഒരു 2, 3, 4 ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇളക്കൽ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചോക്കോ ചിപ്പ് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ മിൽക്ക് ചോക്കോ ചിപ്പാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് അലിഞ്ഞിങ്ങനെ ഇരിക്കും കേക്കിലേക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് എന്നിട്ട് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇത് ഇറക്കി വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യും കൂടെ ഒന്ന് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റ്സോ അല്ലെങ്കിൽ മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോട്ടെ. ഞങ്ങളുടെ മുന്തിരി കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ആ ചോക്കോ ചിപ്പിൻ്റെ ഒപ്പം തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ഉണക്കമുന്തിരി. വേണമെങ്കിൽ ഡേറ്റ്സ് തന്നെ കടിക്കാച്ചുള്ളവർക്ക് ചോക്കോ ചിപ്പിൻ്റെ ഒപ്പം ഡേറ്റ്സ് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് മിക്സാക്കുക, അങ്ങനെയും ചെയ്യാം. ഡേറ്റ് അരയ്ക്കണം എന്തായാലും ഇട്ട്, അരച്ചത് കൂടാണ്ട് അങ്ങനെയും കൂടി ചെയ്യാം. അപ്പോൾ ആ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ 45 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നടുക്കിലൊന്ന് കുത്തി നോക്കുക, അപ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ മണം വരും പുറത്തേക്ക്, അപ്പോഴാണ് ഇതായി എന്നുള്ള ഒരു സൈൻ ശരിക്ക്. അപ്പോൾ അവരുടെ ബേർണറിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വേവൊക്കെ. അപ്പോൾ ആ ബട്ടർ ഞാൻ ചുടുക്കനെ തന്നെ കുറച്ച് ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ നല്ല ഭംഗിയായിട്ട് തന്നെ പൊന്തി വന്നിട്ട്. ഞാനിവിടെ എഗ്ലെസ് കേക്ക് എല്ലാം നമ്മുടെ എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബട്ടർ മിൽക്ക് ലെമൺ ജ്യൂസ് എടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. അതുപോലെ നല്ല സോഫ്റ്റ് ടെക്സ്ചറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കേക്ക് എങ്ങനെയായാലും നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് എനിക്ക് കഴിക്കാനായിട്ട് എല്ലാവരോടും പറയാറ് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ.
അത് ടേസ്റ്റ് അങ്ങനെയായിരിക്കും. അതിൻ്റെ ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ അല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക കേക്കിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേണ്ട ചോക്കോ ചിപ്പുകളാണ് ആ കാണുന്നത്, ഈ ഡാർക്ക് കളറിൽ അലിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.